എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. ഇതൊരു വെറൈറ്റി പുതിനയാണ്. ഇത് ഗൾഫ് മിന്റ് ചായ പുതിന എന്ന പേരിലൊക്കെ അറിയപ്പെടും. കണ്ട ഇതേപോലെയാണ് ഇരിക്കണ. കണ്ട നമുക്ക് പുതിനയുടെ ഇലയിൽ നിന്ന് വ്യത്യാസം കണ്ടിട്ടാ ഈ ഗൾഫ് മിന്റിന്റെ ഇലകൾ കണ്ട ഇതേപോലെയാണ് ഇലകൾ ഇരിക്കണ. കുറച്ചും കൂടെ നീളത്തിലുള്ള പുതിന നമ്മുടെ അറിയാലോ, കുറച്ച് റൗണ്ട് രൂപത്തിലാണ്. പിന്നെ ഈ കളറിനൊക്കെ വ്യത്യാസമുണ്ട്. ഇത് വേറെ ഒരു രീതിയിൽ. അപ്പൊ നമുക്ക് നമ്മൾ പുതിന എന്തിനൊക്കെ ഉപയോഗിക്കണോ അതിനൊക്കെ ഉപയോഗിക്കാം. പിന്നെ പ്രധാനമായിട്ടും ചായ ഉണ്ടാക്കാനായിട്ട്, ചായക്ക് ഭയങ്കര ടേസ്റ്റി ആയിരിക്കുള്ളൂ, ചായ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വെള്ളം തിളപ്പിക്കുമ്പോൾ വെള്ളത്തിൽ കുടിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ ഉപയോഗിക്കാം. നമുക്ക് നാരങ്ങ ജ്യൂസിലൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചുമ, ജലദോഷം, കഫക്കെട്ടൊക്കെ ഉള്ളപ്പോ നമുക്ക് ആവി പിടിക്കാം. പിന്നെ നമുക്കിത് ഉണക്കി പൊടിച്ചു വെച്ച് കഴിഞ്ഞാല് നമുക്ക് പതിവൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ഉണക്കി പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായയിലൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പ് മുറിച്ച് നട്ടിട്ടാണ് നമ്മൾ കൃഷി ചെയ്യണ. കണ്ട ഇതേപോലെ ഒരു ചെറിയ കമ്പ് നട്ടുകൊടുത്താൽ മതി. അടിവളം ഇട്ട് നമ്മ ചാണകപ്പൊടിയോ മണ്ടൽ കമ്പോസ്റ്റോ മാത്രം എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് യാതൊരു പരിചരണങ്ങളൊന്നും വേണ്ട. നമ്മുടെ സാധാരണ പുതിനക്ക് കുറച്ച് പരിചരണം വേണ്ടതാണ്, പെട്ടെന്ന് തന്നെ നശിച്ചു പോണതാണ് സാധാ പുതിന. പക്ഷെ ഈ ഗൾഫ് മിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വലിയൊരു പരിചരണം ഒന്നും വേണ്ട. നമുക്കിപ്പോ അത്യാവശ്യം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം തന്നെ വേണം. നമ്മ ഏത് മിന്റും നമ്മ നടുമ്പോൾ തണലത്തൊക്കെ കൊണ്ടുവച്ചാൽ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ വളർച്ച കിട്ടൂല. അപ്പൊ അത്യാവശ്യം നല്ല സൂര്യപ്രകാശമുള്ളടത്ത് നടാ. ഞാനിപ്പോ ഇവിടെ നട്ടേക്കണേന്ന് വെച്ചാൽ കണ്ട ചീര നടണ നമ്മുടെ ബാഗില്ലേ, അപ്പൊ ആ ബാഗിലാണ് നട്ടത്. ഒരു 2 തണ്ട് നട്ടതാണ് ട്ടാ. ഇത് ഇതേപോലെ പടർന്ന് വേര് പൊട്ടി പൊട്ടി കണ്ട വേരിൽ നിന്ന് പൊട്ടി 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 ഇങ്ങനെ പടർന്ന് വന്നതാണ്. അപ്പൊ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്ത് എടുത്ത് ഉപയോഗിക്കാം. ഭയങ്കര സ്മെല്ലാണ്. നമ്മ ഇതിന്റെ അരികത്തേക്ക് വരുമ്പോ തന്നെ നല്ല സ്മെല്ലാണ് ഇതിന്. അപ്പൊ നമുക്കിത് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കേണ്ട ഒരു പുതിന തന്നെയാണ് ഗൾഫ് മിന്റ്. അപ്പൊ നമ്മ ഒരുപാട് തരം തുളസികളൊക്കെ നമ്മുടെ വീട്ടില് മിന്റുകളൊക്കെ നമ്മ വെച്ചുപിടിപ്പിക്കാറുണ്ട്. അപ്പൊ നമ്മ ഒരു ഗൾഫ് മിന്റും കൂടെ നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിച്ചാൽ നല്ലതായിരിക്കും. നമുക്ക് ചെടിച്ചട്ടിയിലോ ഹാങ്ങിങ് ബോട്ടിലോ അതേപോലെ വെർട്ടിക്കൽ ഗാർഡനിലോ എവിടെ വേണമെങ്കിലും വളർത്താൻ പറ്റിയതാണ് ഇത്. നമ്മുടെ വീട്ടിൽ ഇപ്പൊ നമ്മുടെ വീടിന്റെ നമുക്കൊരു എനിക്ക് തോന്നണത് നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വരെ നമുക്കിത് വളർത്താം. അല്പം വെയിലുള്ളടത്ത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് കൂടി വളർത്താൻ പറ്റിയതാണ്. നമുക്ക് എപ്പോ വേണം, നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാന്ന് പറഞ്ഞല്ല. അപ്പൊ നമുക്ക് നട്ടുപിടിപ്പിക്കാനും വളരെ എളുപ്പമാണ്. കണ്ട പെട്ടെന്നൊന്നും ഫ്ലവർ വന്നതല്ല കേട്ടോ. അപ്പൊ സാധാരണ നമ്മ മിന്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവർ വരും. പക്ഷെ ഇതിനങ്ങനെ ഇതുവരെയായിട്ട് ഫ്ലവർ ഒന്നും വന്നിട്ടില്ല. കണ്ട അപ്പൊ നമ്മ സാധാരണ നമ്മുടെ വിക്സ് തുളസിക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഫ്ലവർ ഒക്കെ വരുമല്ലോ പെട്ടെന്ന് തന്നെ. അപ്പൊ ഇത് നമ്മ കട്ട് ചെയ്ത് നമുക്ക് വേറെ പോട്ടിലും ഒക്കെ നമുക്ക് ഇപ്പൊ ഇതേപോലെ വളർന്ന് നിൽക്കുമ്പോ തന്നെ നമ്മ കട്ട് ചെയ്ത് നമുക്ക് മാറ്റി നട്ടു കൊടുക്കുക. ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് വേര് പിടിച്ച് നന്നായിട്ട് വളരണതാണ്. നമ്മ നനച്ചു കൊടുക്കണം കേട്ടാ എല്ലാ ദിവസവും. ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് നമ്മ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. വേറെ പ്രത്യേകിച്ച് ഒരു പരിചരണം ഒന്നും വേണ്ട. കാരണം കണ്ട നിങ്ങൾ കണ്ടില്ലേ, നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കണ കണ്ടില്ലേ, നല്ല ഒരു രോഗങ്ങളോ അല്ലെങ്കിൽ കീടങ്ങളുടെ ശല്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ എല്ലാവരും ഒരു ഗൾഫ് മിന്റിന്റെ തൈയും കൂടെ നട്ടുപിടിപ്പിക്കണം. നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ചായക്കൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. അതേപോലെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാം. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഫുഡിലൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിന്റെ ലീഫുകളും തണ്ടുകളൊക്കെ. പിന്നെ അധികം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കിത് ഉണക്കി പൊടിച്ച് പൗഡറായിട്ട് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എപ്പോ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ എല്ലാവരും ഇതിന്റെ ഒരു തൈ നട്ടുപിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.